എല്ലാവർക്കും നമസ്കാരം. നവരാത്രിയുടെ രണ്ടാമത് രാത്രിയിലെ തത്വമാണ് ബ്രഹ്മചാരിണി ദേവി. യഥാർത്ഥത്തിൽ സ്ത്രീയെ ശക്തിയായും വിദ്യയായും തിരിച്ചറിഞ്ഞ സംസ്കൃതിയാണ് ഭാരത സംസ്കൃതി, അല്ലെങ്കിൽ സനാതന സംസ്കൃതി. മറ്റൊരർത്ഥത്തിൽ ശക്തിയെയും വിദ്യയെയും സമാരാധ്യമായി കണ്ട ഒരു സംസ്കൃതി. പരാശക്തി ചൈതന്യത്തിൻ്റെ വിമർശരൂപമായ സ്ത്രീ നമ്മുടെ വീടുകളിൽ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളിലെ ശക്തിയെ തേടിയിട്ട് സത്യം പറഞ്ഞാൽ കാര്യമുണ്ടോ? യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാ ഗ്രഹങ്ങളിലും ഈ പറയുന്ന ശക്തിയും വിദ്യയുമായി സ്ത്രീ രൂപത്തിൽ അവൾ വിരാജിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളിലാണ് ദേവിയെ തിരയാറുള്ളത്. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും കോടാനുകോടി കോശങ്ങൾ കൊണ്ടും ആ പരാശക്തി ചൈതന്യത്തെ നേരിട്ട് പ്രാണനിൽ ലയിപ്പിക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിനെ തുടർന്ന് അവളെ വിഗ്രഹത്തിൻ്റെയോ ഫോട്ടോയിലെയോ രൂപത്തിൽ ആരാധിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് അവനവനിൽ തന്നെയാണ്. ഏറെക്കുറെ അതുപോലെ തന്നെയാണ് മറ്റെല്ലാ ഉപാസനകളും. ശക്തിയും വിദ്യയും കൂടുതൽ ആചാര പദ്ധതികൾക്ക് മാത്രമായി ചുരുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത്. അതുകൊണ്ട് തന്നെ ഭൗതികമായ യാഥാർത്ഥ്യങ്ങൾ, ഈ ഒരു ഉത്തമ ബോധ്യം നമ്മളെ മനസ്സിലാക്കി തരേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ ഭൗതികമായ യാഥാർത്ഥ്യങ്ങൾ കൂടിയാണ് ഈ ഒരു സത്യം. ലോകത്തിലെ മറ്റ് സമൂഹങ്ങൾ കാലത്തിൻ്റെ വെല്ലുവിളികളെ അതിജീവിച്ച് ശക്തിയെയും വിദ്യയെയും ഭൗതിക യാഥാർത്ഥ്യങ്ങളായി കണ്ടു സമീപിച്ചത് കൊണ്ടാണ് ചരിത്രത്തിൽ നാം പലവട്ടം തോറ്റുപോയത്. അത്തരം ആരാധന എപ്പോഴോ നമ്മളിൽ കൈമോശം വന്നതിനാലുമാണ്. കാരണം നമ്മുടെ ഋഷി പരമ്പരമാർ നമ്മളോട് പറഞ്ഞത് ഈശ്വരിയെ തൻ്റെ ചുറ്റിലുമുള്ള ഈ പ്രകൃതിയിൽ ദർശിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ആധുനിക സമൂഹം ഈശ്വരിയെ ശ്രീകോവിലിനകത്ത് മാത്രം തേടുന്നതിന് കാരണമായി നിൽക്കുന്നത് കൊണ്ടാണ് ഭാരതം ഇന്നും മറ്റ് സംസ്കാരങ്ങളെ അപേക്ഷിച്ച് ഭൗതികമായ, അല്ലെങ്കിൽ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന നമ്മളൊക്കെ ഇന്നും ഭൗതിക പുരോഗതി കൈവരിക്കാത്തത് ഈ പറയുന്ന ഒരു തത്വത്തിൽ ഉറച്ചിരിക്കുന്നതുകൊണ്ടാണ്. ഈ ഒരു അന്ധവിശ്വാസത്തിൽ നിന്ന് നമ്മൾ കരകയറേണ്ട സമയം അതിക്രമിച്ചു. ലോകത്തെ തോൽപ്പിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ജനതകൾക്കും പേടിക്കേണ്ട ഒരു കാര്യവും ഇത് തന്നെയാണ്, അല്ലെങ്കിൽ പാഠവും ഇത് തന്നെയാണ്. അവർ സ്വന്തം മതവിശ്വാസത്തെ മുറുകെ പിടിച്ചതിനൊപ്പം തന്നെ ശാസ്ത്രത്തെയും അതുപോലെ തന്നെ വ്യവസായത്തിനെയും തുല്യ പ്രാധാന്യം നൽകി മറ്റ് സമൂഹങ്ങൾ, സംസ്കാരങ്ങൾ മുന്നേറിയപ്പോൾ നമ്മൾ ശാസ്ത്രത്തിൻ്റെ കണ്ണിലൂടെ ഈശ്വരീയതയെ കാണാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടോ നിർത്തി. അപ്രകാരം അകത്തും പുറത്തും അവർ ഒരുപോലെ ശാക്തീകരിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു കാലഘട്ടത്തിൽ അതിജീവന മാർഗത്തിൽ ഉന്നതിയിലേക്ക് കുതിച്ചത്. ഇന്നിപ്പോൾ നമ്മൾ സമാജത്തിൽ ഭക്തിയുടെ പേരിൽ വിധേയത്വവും ഭീതി വ്യാപാരവുമാണ് വർദ്ധിച്ചു വരുന്നത്. കാരണം നമ്മൾ തന്നെ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്, ഞാൻ ഇങ്ങനെ ചെയ്താൽ ദേവി കോപിക്കുമോ, ഞാൻ അങ്ങനെ ചെയ്താൽ ദേവി കോപിക്കുമോ, ഞാൻ വിളക്കിൽ 2 തിരിയിട്ട് അല്ലെങ്കിൽ 3 തിരിയിട്ടിട്ടില്ലെങ്കിൽ പ്രശ്നമാണോ, 1 തിരി കത്തിച്ചാൽ പ്രശ്നമാണോ, ഇങ്ങനെ പല ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ഈ ഭീതിയുടെ ഒരു വ്യാപാരമാണ് ഇന്ന് ആധ്യാത്മികത. അപ്പം അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസം നേടാൻ നമ്മൾക്ക് ഈ ഉപനിഷത്തും അതുപോലെയുള്ള വേദങ്ങളും ഗ്രന്ഥങ്ങൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ ഒക്കെ ആത്മാവിൻ്റെ അനശ്വരതയിൽ നിന്ന് ആത്മവിശ്വാസം നേടാൻ വേണ്ടിയിട്ടാണ് ആഹ്വാനം ചെയ്യുന്നത്. സ്വാമി വിവേകാനന്ദനൊക്കെ നമ്മളോട് പറഞ്ഞതും ഇതേ ആശയം തന്നെയാണ്. എന്നാൽ നാം ഇപ്പോൾ ആത്മാവിനെ വിട്ട് ആഭിചാരത്തിൻ്റെയും ഭീതിയുടെയും മധ്യകാല തമസിലേക്കാണ് നമ്മൾ പലപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും നമ്മൾ പൂജാതി ക്രമങ്ങൾ, ബാഹ്യപൂജ ചെയ്യുന്ന സമയത്ത് തന്നെ ആന്തരികമായിട്ട് അവളെ നമ്മൾ കാണുന്നില്ല. ഇനി ആന്തരികമായി കാണാൻ ശ്രമിച്ചാൽ തന്നെ അതാണ് ബാഹ്യ ലോകത്ത് അല്ലെങ്കിൽ ഭൗതികമായി വസിക്കുന്നത് എന്ന് നമ്മൾ കാണാൻ ശ്രമിക്കുന്നില്ല. ശക്തിയെ അകത്തും പുറത്തും കാണുന്നതാണ് യഥാർത്ഥ ശക്തി ആരാധന. ചരിത്രത്തിൽ ഒട്ടേറെ തവണ നമ്മൾ നമ്മുടെ സംസ്കൃതിയെ നോക്കാൻ നമുക്കറിയാം പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അതൊക്കെ ഭാരതത്തിൽ ഈശ്വരന്മാരുടെ കുറവ് കൊണ്ടാണോ, ഈ പറയുന്ന ആഭിചാര കർമ്മങ്ങളുടെ കുറവ് കൊണ്ടാണോ, മന്ത്രവാദത്തിൻ്റെ കുറവ് കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. കാരണം ഇതിൻ്റെ ഒന്നും കുറവ് അന്നും ഇന്നും ഭാരതത്തിനില്ല. പക്ഷെ നാം പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ഇന്ന് അതിൻ്റെ സ്വത്വബോധത്തിലേക്ക് ആളുകൾ തിരിച്ചു വരുന്ന കാലഘട്ടമാണ്. പക്ഷെ അവിടെയും ഈ പറയുന്ന പോലെ സത്യമറിഞ്ഞ് അല്ലെങ്കിൽ തത്വമറിഞ്ഞ് നമ്മൾ ഉപാസനകൾ മുൻപോട്ട് പോകണം.
അറിവാണ് ഭാരതീയന്റെ യഥാർത്ഥ ഉപാസനാമൂർത്തി. അറിവിന്റെ വെളിച്ചത്തിൽ അഭിരമിക്കേണ്ടവരാണ് ഞാനും നിങ്ങളുമായ ഭാരതീയർ. അപ്പം അതുകൊണ്ട് തന്നെ, കാരണം ബാസിൽ രമിക്കുന്നവരാണ് ഭാരതീയർ, അതുകൊണ്ട് തന്നെ ധാരാളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വായിക്കാൻ ശ്രമിക്കുക, യത്നിച്ചുകൊണ്ട് അറിവ് നേടുക. അപരാവിദ്യ സ്വായത്തമാക്കി ഭൗതികമായും പരാവിദ്യ സ്വായത്തമാക്കി ആത്മീയമായും ശക്തി ആർജിക്കുക. അപ്പോൾ 2 വിദ്യകൾ നമ്മൾക്ക് ആവശ്യമാണ്. ഒന്ന് പരാവിദ്യയും ഒന്ന് അപരാവിദ്യയും. അപരാവിദ്യ സ്വായത്തമാക്കിക്കൊണ്ട് നമുക്ക് മെറ്റീരിയലിസ്റ്റിക് വേൾഡ്, അതായത് നമ്മൾക്ക് ഇന്ന് കാണുന്ന സുഖ സൗകര്യങ്ങളുടെ ലോകത്ത് നമുക്ക് മുന്നേറേണ്ടതുണ്ട്. അതിന് നമ്മൾ അപരാവിദ്യയാണ് സഹായിക്കുക. പരാവിദ്യ നമ്മുടെ ആത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടിയിട്ടാണ്. ആത്മീയമായും ശക്തി ആർജിക്കണം. ഇത് രണ്ടും, അകവും പുറവും ശക്തി ആർജിക്കുമ്പോഴാണ് അത് ശക്തി ആരാധനയാവുക. യഥാർത്ഥ ഋഷി പരമ്പര നമ്മളോട് പറയുന്നതും ഇത് തന്നെയാണ്. കാരണം എന്താ, വിധേയത്വവും ഭീതിയും വിഷം പോലെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് വർജിച്ചുകൊണ്ട് യഥാർത്ഥ ഋഷി പരമ്പരയുടെ പാതയെ പുൽകുക എന്നാണ് പറഞ്ഞത്. നമ്മൾ ഇന്ന് ഭക്തി എന്ന് പറഞ്ഞ പലർക്കും, ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ ചെയ്യുന്ന പൂജ പലർക്കും അരോചകരമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം മടി കൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. അവർക്ക് 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ ഇരിക്കാൻ ഭയങ്കര ടഫാണെന്നൊക്കെയാണ് പലരും അഭിസംബോധന ചെയ്ത് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതേ ആൾക്കാർ ഞാൻ പറയുന്ന പോലെ വളരെ ലാഘവത്തോടു കൂടി ഒരു സിനിമാ തിയേറ്ററിൽ പോയിട്ട് 3 മണിക്കൂർ സ്പെൻഡ് ചെയ്യും. അപ്പം യഥാർത്ഥത്തിൽ അതിലൊന്നും കാര്യമില്ലാതിട്ടല്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ അർപ്പണ മനോഭാവത്തോടെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് അതിൽ നിന്ന് വിദ്യ കിട്ടുക. ആ വിദ്യ നമ്മൾ അടുത്ത തലമുറയിലേക്ക് പകരുക. ഇതൊക്കെയാണ് നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൻ്റെ ലക്ഷ്യം. നമ്മൾ പറയാറുള്ളത് പോലെ ഏതൊരമ്മയും പ്രസവ വേദന സഹിക്കാതെ അല്ലെങ്കിൽ പ്രസവത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാതെ അവർക്ക് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിക്കില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ഇനി ബ്രഹ്മചാരിണിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ, ദുർഗാദേവിയുടെ ഈ രൂപത്തെ ആരാധിക്കുന്നതിലൂടെ നമ്മൾക്ക് സർഗാത്മകതയ്ക്കായിട്ട് അല്ലെങ്കിൽ സർഗാത്മകതയ്ക്ക് ത്യാഗത്തിൻ്റെ ഉദ്ദേശം ഒരാളിൽ വികസിപ്പിക്കുന്നതാണ് ആ ദേവത. ഇതിന് നമ്മുടെ ശരീരത്തിൽ, സൂക്ഷ്മ ശരീരത്തിലെ 2ാമത് ബോധകേന്ദ്രം ആയ സ്വാധിഷ്ഠാന ചക്രത്തിലുള്ള ഏകാഗ്രതയാണ് ആവശ്യം. അപ്പോൾ സ്വാധിഷ്ഠാന ചക്രത്തിലുള്ള ഏകാഗ്രത ചൈതന്യമായിട്ട്, ഏകാഗ്രതയുടെ ദേവതയായിട്ടാണ് ബ്രഹ്മചാരിണിയെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. നട്ടെല്ലിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് സങ്കല്പിച്ചാൽ 2ാമത്തെ, അതായത് അടിത്തട്ടിൽ നിന്ന് വെറും 4 ഇഞ്ച് മാത്രം മുകളിലുള്ള ലൈംഗിക കേന്ദ്രം, നമ്മുടെയൊക്കെ ശരീരത്തിലെ ലൈംഗിക അവയവങ്ങൾ സ്ഥാപിതമായ അല്ലെങ്കിൽ ജനനേന്ദ്രിയങ്ങൾ സ്ഥാപിതമായ സ്ഥലം. ഈ ചക്രം യഥാർത്ഥത്തിൽ ലൈംഗികമായ, മനുഷ്യനിലെ ലൈംഗികമായ സഹജ അവബോധത്തെ നിയന്ത്രിക്കുന്ന ഭാഗമാണ്. ഇവിടെയുള്ള ഊർജ ചൈതന്യം നമ്മുടെ ഉള്ളിൽ സർഗാത്മകത, അതായത് ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഈ ക്രിയേറ്റീവായ തോട്ട്സ് ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഉള്ളിൽ പ്രകടമാവുക. ഈ സൃഷ്ടി ശാരീരികമായ ഒന്നല്ല, മറിച്ച് മാനസികമായ ഒരു ഉൽപ്പന്നമാണ് ഈ സൃഷ്ടി. അപ്പം മനസ്സിൻ്റെ ചിന്താതലങ്ങളിലാണ് ഈ സൃഷ്ടിത്വം നമ്മൾക്ക് പ്രകടമാവുക. അതായത് ശരീരത്തിൻ്റെ, സ്ഥൂല ശരീരത്തിൽ സൃഷ്ടി നിർവഹിക്കുന്ന സ്ഥലമാണ് ഈ ലൈംഗിക അവയവങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതാണ് സ്വാധിഷ്ഠാനപരമായ ഏരിയ. എങ്കിലും ഈ പറയുന്ന ചൈതന്യം നമ്മളിലേക്ക് അങ്കുരിച്ച് വരുന്നത് യഥാർത്ഥത്തിൽ മാനസികമായ തലത്തിലാണ്. ഇവിടെ ഊർജം സർഗാത്മകമായിട്ട് പ്രകടമാവും. ഈ മനസ്സിൻ്റെ തലത്തിൽ ആണിത് പ്രകടമാവുക. ഒരു പുതിയ വസ്തു കാണുമ്പോൾ കുട്ടിക്ക് തോന്നുന്ന സന്തോഷവും അത്ഭുതവും അതിന് സർഗാത്മകത നൽകുന്നതാണ്. അതിനാൽ തന്നെ ഈ ചക്രത്തെ, ഈ സ്വാധിഷ്ഠാന ചക്രത്തെ സന്തുലിതമാക്കുന്നതിലൂടെ ഒരാളിൽ ചിന്തകളിൽ ഈ ക്രിയേറ്റീവായ എനർജി വളരെ ദൃശ്യമാവും. ഈ ചക്രം ശരീരവ്യവസ്ഥയിൽ ഈ ബോധചൈതന്യവും ബോധങ്ങൾ കുടികൊള്ളുന്ന കേന്ദ്രങ്ങളാണ് ഈ ചക്രങ്ങൾ എന്ന് കഴിഞ്ഞ തത്വങ്ങളിലൂടെ നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ ഈ ബോധങ്ങൾ കുടികൊള്ളുന്ന, അല്ലെങ്കിൽ എൻ്റെ ബോധതലം സഞ്ചരിക്കുന്ന, എൻ്റെ പ്രാണൻ സഞ്ചരിക്കുന്ന, എൻ്റെ ഉള്ളിലെ ചൈതന്യങ്ങൾ സഞ്ചരിക്കുന്ന ഈ നാഡീവ്യൂഹങ്ങൾ, നാഡീവ്യവസ്ഥകൾ, ചക്രങ്ങൾ ഒക്കെ ശരീരവുമായിട്ട് ബന്ധമുണ്ട്. ശരീരത്തിലെ ഗ്രന്ഥികളുമായിട്ടാണ് ഇവർക്ക് നേരിട്ടുള്ള ബന്ധം. അപ്പോൾ ഈ ഒരു ഗ്രന്ഥി അഡ്രിനാൽ ഗ്രന്ഥിയുമായിട്ട്, അല്ലെങ്കിൽ ഈ ചക്രം, സ്വാധിഷ്ഠാന ചക്രം നമ്മുടെ ശരീരത്തിലെ അഡ്രിനാലിൻ ഗ്രന്ഥിയുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഈ ഗ്രന്ഥി നന്നായി പ്രവർത്തിക്കുകയും അതിലേക്കുള്ള ഊർജം തടസ്സപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോൾ ഒരാൾക്ക് അമിതമായ ആത്മവിശ്വാസം ഉണ്ടാകും. അഡ്രിനാലിൻ്റെ അതാണ്, സ്പോട്ടി ആയിട്ട് അഡ്വഞ്ചറസ് ആയിട്ട് നമ്മൾ പെരുമാറാൻ തുടങ്ങും. അഡ്രിനാലിൻ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ ഉത്സാഹം, ധൈര്യം, വിശ്വാസം, ശക്തി തുടങ്ങിയവയെ പ്രേരിപ്പിക്കുന്നതാണ്.
നമ്മളിൽ ഇമോഷണലായ അവസ്ഥ, എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലൊക്കെ മനസ്സിൽ ഇമോഷൻസ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ഗ്രന്ഥികളുടെ പ്രവർത്തനം മൂലമാണ്. അപ്പൊ ശരീരവും മനസ്സും ഒക്കെ ഡയറക്ട്ലി കണക്റ്റഡ് ആണ്. മനസ്സിനെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും അസ്തിത്വമായി നമ്മൾക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ് അത് സൂക്ഷ്മമായി എന്ന് പറയുന്നത്. ഈ സൂക്ഷ്മമായ മനസ്സ് സ്ഥൂലമായ ശരീരത്തെ സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെയാണ് മനസ്സിൽ ഓരോ വികാരം ജനിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വ്യവസ്ഥയാണ് നമ്മുടെ മാനസികമായതും ശാരീരികമായ തലവും. അതുകൊണ്ട് തന്നെ ഇതിൽ നല്ല തണുപ്പ്, ചൂട്, പ്രതിരോധം, പോരാട്ടം, സ്വയം പ്രതിരോധം മുതലായവയിൽ സഹിക്കാനും ഇതിനെ പ്രതികരിക്കാനും ശരീരത്തിനെയും മനസ്സിനെയും സജ്ജമാക്കുന്നത് ഈ ഗ്രന്ഥികളാണ്. ഈ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണിന്റെ സ്വാധീനത്തിൽ സ്വന്തം വ്യക്തിത്വം നിലനിൽപ്പിനും ആ നിലനിൽപ്പ് സൃഷ്ടിപരമായി മാറ്റുവാനും ശ്രമിക്കും. സ്വയം അറിയാനുള്ള ശ്രമവും അവനിൽ ഉണ്ടാവും. അപ്പൊ അതായത് യഥാർത്ഥത്തിൽ നമ്മുടെ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ജ്ഞാനം ഉണ്ടാവണം. ഇച്ഛയും ജ്ഞാനവും ക്രിയവും ചേരുമ്പോഴാണ് സൃഷ്ടി ഉണ്ടാവുക. അപ്പോൾ അതിന് അമിതമായ ആ ഇച്ഛാശക്തി പ്രദാനം ചെയ്യുന്നതാണ് നമ്മൾ ഈ പറയുന്ന ആലസ്യം വിട്ട് ഉണരുന്ന മൂലാധാരമെങ്കിൽ അതിൻ്റെ ജ്ഞാനശക്തിയാണ് യഥാർത്ഥത്തിൽ സ്വാധിഷ്ഠാനത്തിൽ വസിക്കുന്ന ബ്രഹ്മചാരിണി, അല്ലെങ്കിൽ ആ സ്വാധിഷ്ഠാന ചൈതന്യം. ആ സ്വാധിഷ്ഠാന ചൈതന്യമാണ് നമ്മുടെ ജ്ഞാനം, ക്രിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായ ജ്ഞാനം പ്രദാനം ചെയ്യുന്നത്, ജ്ഞാനത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നത്. പഠിക്കാനും അറിയാനും ഉള്ള ത്വര നമ്മളിൽ ഉണ്ടാവുന്നത് സ്വാധിഷ്ഠാനത്തിൻ്റെ ഫലമായിട്ടാണ്. അപ്പൊ സ്വാധിഷ്ഠാന ചക്രം നമ്മുടെ വികസനത്തിന്റെ രണ്ടാമത്തെ തലത്തെയാണ് അടയാളപ്പെടുന്നത്. അതായത് വികസനം എങ്ങനെയാണ്? ഇച്ഛ, ജ്ഞാനം, ക്രിയ. വികസനത്തിലേക്കുള്ള 3 ഭാഗങ്ങളാണ്. ആദ്യം സ്ട്രോങ് ഡിസയർ. അപ്പൊ ഡിസയറിനെ തടഞ്ഞിരിക്കുന്നത് എപ്പോഴും നമ്മുടെ ആലസ്യമാണ്, ഉറക്കവും, അല്ലെ, ഭക്ഷണത്തോടുള്ള ആസക്തിയും ഉറക്കവുമാണ് നമുക്ക് മടി പ്രദാനം ചെയ്യുക. അമിതമായ ആസക്തി ഉണ്ടാകുമ്പോൾ മടി. അപ്പൊ മടി എന്താ ചെയ്യുക? ഇച്ഛ ഉണ്ടാകുന്നതിൽ നിന്ന് നമ്മളെ തടയും. അതാണ് നമ്മൾ ആദ്യ ദിവസത്തെ ദേവതയായ ശൈലപുത്രിയെ കൊണ്ട് നമ്മൾ ആ തടസ്സത്തെ നീക്കിയിട്ടാണ് നമ്മൾ മുൻപോട്ട് വന്നിരിക്കുന്നത്. ആ മുൻപോട്ട് വന്നിരിക്കുന്ന നമ്മളിൽ സെക്കൻഡ് സ്റ്റെപ്പ്, ഡെവലപ്മെന്റ് സെക്കൻഡ് സ്റ്റെപ്പാണ്, അല്ലെങ്കിൽ പ്രോഗ്രഷന്റെ സെക്കൻഡ് സ്റ്റെപ്പാണ്, പുരോഗതിയുടെ രണ്ടാമത് പാദമാണ് യഥാർത്ഥത്തിൽ സ്വാധിഷ്ഠാനം. അപ്പൊ സ്വാധിഷ്ഠാനത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ബോധത്തിന്റെ പരിണാമമാണ്. സൃഷ്ടിപരമായിട്ട് എൻ്റെ ജ്ഞാനശക്തി, സ്വയം വികസനത്തിന്റെ രണ്ടാമത്തെ തലം, ശുദ്ധവും മാനുഷികവുമായ അവബോധത്തിലേക്കുള്ള ബോധത്തിന്റെ ഒരു പരിണാമം സംഭവിക്കുന്നത് സ്വാധിഷ്ഠാന ചക്രത്തിലാണ്. ഇപ്പൊ ഗർഭപാത്രത്തിൽ നമ്മുടെ അസ്തിത്വത്തിന്റെ തുടക്കം മുതലുള്ള എല്ലാ ജീവിതാനുഭവങ്ങളും അതിൻ്റെ മതിപ്പുകളും, അതായത് ഇംപ്രഷൻസ് സംഭരിച്ചിരിക്കുന്ന ഉപബോധ മനസ്സിന്റെ ഇരിപ്പിടം. സോ സ്വാധിഷ്ഠാനം എന്നുള്ളത് സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഇരിപ്പിടമാണ്. ഇതാണ് യഥാർത്ഥ അറിവ്. അപ്പൊ എൻ്റെയും നിങ്ങളുടെയും ഭാവി തീരുമാനിക്കുന്നത് നമുക്കറിയാം സബ് കോൺഷ്യസ് മൈൻഡാണ്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജ്ഞാനശക്തി തന്നെയാണ്. അറിവിൻ്റെ ഫലത്തിലാണ് എൻ്റെ, അല്ലേ, നമുക്കറിയാം ഈ സമൂഹം ഏതൊരു വ്യക്തിയെയും സ്വീകരിക്കുന്നത് ആ വ്യക്തിയുടെ അറിവിൻ്റെ പ്രഭാവത്തിലാണ്. അപ്പോൾ അറിവ് എന്നുള്ളത് ഈ പറയുന്ന സ്വാധിഷ്ഠാനമാണ്. അധിഷ്ഠാനം എന്നാണ്, സ്വന്തം സ്വത്വം. അതാണ് ഉപബോധ മനസ്സ്. ആ ഉപബോധ മനസ്സ് ഇരിക്കുന്ന ഇടം. അപ്പൊ സ്വാധിഷ്ഠാന ചക്രം നമ്മുടെ വികസനത്തിന്റെ രണ്ടാമത് തലത്തെ അടയാളപ്പെടുത്തുന്നു. ശുദ്ധവും മാനുഷികവുമായ അവബോധത്തിലേക്കുള്ള, കോൺഷ്യസിലേക്കുള്ള, അല്ലെങ്കിൽ ആ കോൺഷ്യസിന്റെ ആ ബോധത്തിന്റെ പരിണാമം ആരംഭിക്കുന്നത് സ്വാധിഷ്ഠാന ചക്രത്തിൽ നിന്നാണ്. ഗർഭപാത്രത്തിൽ നമ്മുടെ അസ്തിത്വത്തിന്റെ തുടക്കം മുതലുള്ള എല്ലാ അനുഭവങ്ങളും മതിപ്പുകളും സംഭരിച്ചിരിക്കുന്ന ഉപബോധ മനസ്സിന്റെ ഇരിപ്പിടം സ്വാധിഷ്ഠാന ചക്രം. നമ്മുടെ നിഷേധാത്മകമായ ഗുണങ്ങൾ, നെഗറ്റീവ് ആയ അല്ലെങ്കിൽ ഈ പറയുന്ന ആസുരീകമായ നമ്മുടെ പ്രവണതകൾ, ഗുണങ്ങൾ, അതായത് കോപം, വെറുപ്പ്, അസൂയ, ക്രൂരത, ആഗ്രഹം, അഹങ്കാരം, നമ്മുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന മറ്റ് അടിസ്ഥാന ഗുണങ്ങൾ, അലസത, ഭയം, സംശയം, പ്രതികാരം, അസൂയ, അത്യാഗ്രഹം എന്നിവയെ, ഇതൊക്കെയാണ് നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റീസ്. ഈ നെഗറ്റിവിറ്റീസിനെ, ഈ നിഷേധാത്മകമായ വികാരങ്ങളെ ഉപബോധ മനസ്സിൽ നിന്ന് ബോധാവസ്ഥയിലേക്ക് ഉയരുന്ന സമയത്ത് നമുക്ക് സന്തുലിതാവസ്ഥ പൂർണ്ണമായും നഷ്ടപ്പെടും. അപ്പൊ നമുക്ക് ഈ പറയുന്ന നിഷേധാത്മകമായ വികാരങ്ങൾ ഉപബോധ മനസ്സിൽ നിന്ന് ബോധാവസ്ഥയിലേക്ക് ഉയർന്നു പോയാൽ, കാരണം ഇതൊക്കെ നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിൽ കുടിയിരിക്കുന്ന ഇംപ്രഷനാണ്. അപ്പൊ ഉപബോധ മനസ്സിൽ നിന്ന് ഈ വികാരങ്ങളാണ് മുകളിലേക്ക് ഉയരുന്നതെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും എന്നാണ് പറയുന്നത്? നമുക്ക് സന്തുലിതാവസ്ഥ പൂർണ്ണമായും, നമ്മുടെ ഇക്വിലിബ്രിയം പൂർണ്ണമായും നഷ്ടപ്പെടും. അപ്പൊ സ്വാധിഷ്ഠാന ചക്രത്തെ ഉണർത്തുന്നത് ഒരു വ്യക്തിത്വത്തിന്റെ വ്യക്തതയും ആ വ്യക്തിയുടെ വികാസവും നൽകുന്നതാണ്. എന്നാൽ ഇത് സംഭവിക്കുന്നതിന് മുമ്പ്
നമുക്ക് നെഗറ്റീവ് ഗുണങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ബോധത്തെ ശുദ്ധീകരിക്കണം. പ്രവർത്തനത്തിൻ്റെയും വിശുദ്ധിയുടെയും നിറമാണ് യഥാർത്ഥത്തിൽ ഓറഞ്ച്. അപ്പോൾ സന്തോഷം, വിശ്വാസം, ആത്മവിശ്വാസം, ഊർജം തുടങ്ങിയ ഈ ചക്രത്തിൽ വികസിക്കുന്ന ഈ നല്ല ഗുണങ്ങളെ ഇത് സൂചിപ്പിക്കും. ഇപ്പം രണ്ടാമത്തെ ചക്രമായ സ്വാധിഷ്ഠാന ചക്രം ലിംഗമൂലത്തിലാണ് സ്ഥിതി ചെയ്യുക. ഇതിന് സ്വാധിഷ്ഠാനം എന്ന പേര്. ഇതിന് യോഗശാസ്ത്രത്തിൽ 6 ദളങ്ങളാണ് ഉള്ളത് എന്നാണ് സങ്കല്പം. അതായത് ബ ഭ മ ര ല, ബ ഭ മ ര ല. ഇപ്പം തുടക്കം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഭകാരവും അവസാനം ലകാരവും. ഇത് ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ ഒരു പ്രധാന മന്ത്രമാണ്. അപ്പോൾ ഈ 6 അക്ഷരങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് സ്വ അധിഷ്ഠാനം. ഇതിന് രക്തവർണമാണ്. അധിഷ്ഠാന ദേവന് ബാല എന്നും ദേവതയ്ക്ക് രാഗിണി എന്നും പേര് പറയും. അതാണ് ബാലാ ത്രിപുര സുന്ദരി. ബാലാ ത്രിപുര സുന്ദരി കുടിയിരിക്കുന്നത് നമ്മുടെ സ്വാധിഷ്ഠാന ചക്രത്തിലാണ്. എൻ്റെയും നിങ്ങളുടെയും ഉപബോധ മനസ്സ് ഇരിക്കുന്ന സ്ഥലത്ത് അതിനെ കുടികൊള്ളുന്ന അല്ലെങ്കിൽ അവിടെ കുടികൊള്ളുന്ന ദേവതയ്ക്ക് ബാല, അതായത് ബകാരവും ലകാരവും. ഇനി ഈ രാഗിണി എന്ന യോഗിനി നാമവും അവിടെയുണ്ട്. ഈ ചക്രത്തെ ദിവസവും ധ്യാനിക്കുന്നവർ തനിക്ക് അറിയപ്പെടാതിരുന്ന വിവിധ ശാസ്ത്രങ്ങളെ സംശയമില്ലാതെ ഉദ്ധരിക്കും. അതുവരെ എൻ്റെ മനസ്സിൽ ഇല്ലാത്ത ഒരുപാട് ജ്ഞാനം ഈ ചക്രത്തെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ധ്യാനിക്കുകയാണെങ്കിൽ നമ്മളിലേക്ക് ഉയരും എന്നാണ് പറയുക. അവർക്ക് അഷ്ടസിദ്ധികൾ കൈവരും എന്ന് പറയും. ഈ പറയുന്ന പോലെ നമ്മുടെ ഉള്ളിലുള്ള പ്രാണവായു ശരീരത്തിൽ സമനിലയിൽ സഞ്ചരിക്കും. ശരീരത്തിലെ ദ്രാവകങ്ങൾ, ദ്രവ്യാവസ്ഥകൾ വർദ്ധിക്കും. കാരണം ജലമാണ് അതിൻ്റെ അടിസ്ഥാന തത്വം. ഇത് ശിവസംഹിത പറയുന്നു. സ്വ എന്നാൽ സ്വന്തം, അധിഷ്ഠാനം അല്ലെ, വാസസ്ഥാനം. ഇപ്പം മൂർത്തീഭവിച്ച അജ്ഞതയുടെ കേന്ദ്രമാണ് ഇത് എന്ന് പറയും. കാരണം എന്താ, അവിടെയാണ് എല്ലാ വികാരങ്ങളും വന്നിരിക്കുന്ന സമുദ്രം. ആഴത്തിലെ സമുദ്രത്തിൽ നമുക്കറിയാം ഒരുപാട് വളരെ ശാന്തമായി കാണുമെങ്കിലും അതിൻ്റെ ആഴം വളരെ കൂടുതലാണ്. ജലതത്വത്തെ നോക്കിയാൽ നമുക്കറിയാം സർവ്വതിനെയും വഹിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ അജ്ഞതയുടെയും പ്രഭവ കേന്ദ്രമായിരിക്കും. ഇത് ലിംഗസ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് ശാസ്ത്രീയപരമായി നോക്കിയാൽ നമ്മൾ ഫസ്റ്റ് ലംബാർ വേർട്ടിബ്രേ അല്ലേ, അല്ലെങ്കിൽ ഈ പറയുന്ന ഹൈപ്പോഗ്രാസ്റ്റിക് പ്ലെക്സസ് എന്നൊക്കെ നമ്മൾ പറയുന്ന സ്ഥലത്താണ് ശാരീരികമായിട്ട് സ്വാധിഷ്ഠാന ചക്രത്തിൻ്റെ പ്രഭാവം ഉണ്ടാവുക. ഈ ചക്രത്തിലാണ് ഈ പറയുന്ന അഡ്രിനാൽ ഗ്രന്ഥി. അത് ഈ ഗ്രന്ഥിക്കൊപ്പം നമ്മുടെ ശരീരത്തിലെ വൃക്കകൾ, മൂത്രാശയം, വൃഷ്ണം, അണ്ഡാശയം, വൻകുടൽ, ചെറുകുടൽ, മലാശയം എന്നിവയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതാണ്. അപ്പം യഥാർത്ഥത്തിൽ ഈ ചക്രത്തിലുള്ള ബോധചൈതന്യങ്ങളും പ്രാണന്റെ സഞ്ചയനവും നമ്മൾ ഉറപ്പാക്കി കഴിഞ്ഞാൽ ശാരീരികമായിട്ട് നമ്മൾക്ക് ഇത്രയും അവയവങ്ങൾക്കുള്ള ഗുണമുണ്ടാവും. പിന്നെ മാനസികമായിട്ട്, ആത്മീയമായിട്ടാണ് കുറച്ച് നേരത്തെ ഞാൻ പറഞ്ഞത്, എല്ലാ പ്രവണതകളും നമ്മുടെ വികാരങ്ങൾ തികച്ചും കുടികൊള്ളുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അതിനെ ശുദ്ധീകരിച്ചില്ലെങ്കിൽ നകാരാത്മകമായ ഊർജമാണ് മുകളിലേക്ക് ഉയരുക. അത് നമ്മുടെ പ്രകൃതത്തെ തന്നെ മാറ്റിമറിക്കും. ഇതിൻ്റെ ബീജമന്ത്രം ശരിക്കും വം എന്നാണ്. ചക്രബീജമന്ത്രങ്ങളിൽ വം, ആദ്യത്തെ മൂലാധാരത്തിന് ലം എന്ന് പറയുമ്പോൾ ഇവിടെ വം എന്നാണ് പറയാം. ഭം, മം, യം, രം, ലം എന്നിങ്ങനെ 6 നാഡികൾ. അതാണ് ബാല. ഭം, ഭം, മം, യം, രം, ലം. ഈ 6 ശബ്ദങ്ങൾ 6 നാഡികളാണ്. ഈ ചക്രത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അതായത് കാമമയ കോശത്തിലേക്കും കാമലോകത്തേക്കുമുള്ള, അതായത് ആസ്ട്രൽ വേൾഡിലേക്കുള്ള പ്രവേശനവാതിലാണ് ഈ ചക്രം എന്ന് പറയും. ആസ്ട്രൽ വേൾഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ നരകലോകം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് നെഗറ്റീവ് ചിന്തകളുടെ, ഓർമ്മകളുടെ, കർമ്മങ്ങളുടെ കലവറയാണ് കാമമയ കോശം. അതായത് ദേഷ്യം, വെറുപ്പ്, അജ്ഞത, അവിശ്വാസം, കുശുമ്പ്, ക്രൂരത, കോപം തുടങ്ങിയ ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ ഈ ചക്രത്തിലൂടെയാണ് നമ്മളിൽ സ്വാധീനം ഉറപ്പിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപബോധ മനസ്സ് വസിക്കുന്ന ഇടമാണ്. അപ്പോൾ ആ ഉപബോധ മനസ്സിനെ സദാ ഇത് ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഈ ആസ്ട്രൽ പ്രൊജക്ഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ മനോമയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മളെ മനസ്സിനെ സ്വാധീനിക്കുന്ന, അതായത് ഈ മനസ്സിൻ്റെ ഊർധ്വഗതിയിലേക്കുള്ള, ഈ ഊർജത്തിൻ്റെ ഊർധ്വഗതി നെഗറ്റീവ് ശക്തികളാണ് നമ്മളെ ഡോമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ പ്രകൃതം തന്നെ മാറിമറിയും. അപ്പോൾ ഇങ്ങനെ സഞ്ചിത കർമ്മങ്ങളുടെ,
അതുപോലെ ക്രിയമാനമായ കർമ്മങ്ങളുടെ സ്ഥാനമാണ് ഇതൊക്കെ. ജനന മരണങ്ങൾ ഈ ചക്രത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ജീവാത്മാവിന് ഇനിയും ജന്മങ്ങൾ നൽകുവാൻ കർമ്മങ്ങൾ നിഷ്ക്രിയമായി ഊഴം കാത്ത് ഇവിടെ കിടക്കും. അതായത് നമ്മളെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കും. നമ്മുടെ ഉള്ളിലുള്ള ഈ വികാരങ്ങൾ നമ്മളെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കും. അങ്ങനെ ചെയ്യുന്നതിൻ്റെ കർമ്മഫലങ്ങൾ വീണ്ടും ഞാനും നിങ്ങളും ജനിക്കാൻ വേണ്ടി കാരണമാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ ജന്മം തീരുമാനിക്കുന്ന, നമ്മുടെ ഭാവി തീരുമാനിക്കുന്ന അസ്തിത്വങ്ങളൊക്കെ ഊഴം കാത്ത് കിടക്കുന്ന സ്ഥലമാണ്. കുണ്ടലിനി ശക്തി സ്വാധിഷ്ഠാന ചക്രത്തെ ഭേദിച്ച് കഴിയുമ്പോൾ അജ്ഞത, കോപം, ദുരാഗ്രഹം, കുശുമ്പ്, ജലഭയം എന്നിവ കുറയാൻ സാധിക്കും അത്രേ നമ്മുടെ ഉള്ളിൽ. അപ്പം യഥാർത്ഥത്തിൽ നമ്മുടെ ആ ചൈതന്യത്തെ ഉയർത്തി ഈ ചക്രത്തെ ഭേദിച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ആദ്യത്തെ തടസ്സം എന്നാണ് പറയുക. ആത്മീയ യാത്രയിലെ ആദ്യത്തെ കെട്ട് ഇടിക്കുന്നത് സ്വാധിഷ്ഠാനത്തിനും മൂലാധാരത്തിൻ്റെ മധ്യത്തിലാണെന്ന് പറയും. അതായത് ഈ രണ്ട് ചക്രത്തിലാണെന്ന് പറയും. കാരണം എന്താണ്? ഇതാണ് യഥാർത്ഥത്തിൽ എന്നെയും നിങ്ങളെയും തടുത്ത് നിർത്തുന്ന, നമ്മുടെ ആത്മീയ പുരോഗതിക്ക് ആദ്യത്തെ തടസ്സം ഈ രണ്ട് മേഖലയിൽ നിന്നാണ്. ഒരാൾ അമിതമായ ഭക്ഷണത്തിനും ഉള്ള ആസക്തികൾ, ഉറക്കം മുതലായ പ്രവണതകളിൽ കുടുക്കി എന്നെ മടിയിലേക്ക് താഴ്ത്തുമ്പോൾ, രണ്ടാമത്തെ ആൾ ഈ പറയുന്ന എല്ലാവിധ വികാരങ്ങളുടെ പ്രഭാവമായതുകൊണ്ടും പൂർവ്വകാല കർമ്മസഞ്ചയങ്ങൾ ഇതൊക്കെ കൊണ്ട് എൻ്റെ ഉപബോധ മനസ്സിനെ ഭരിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഉപബോധ മനസ്സിന് മേൽ ഈ പറയുന്ന നകാരാത്മക ഊർജത്തിന് സ്വാധീനം വർദ്ധിച്ചാൽ പിന്നെ തീർച്ചയായും എൻ്റെ ജീവിതം നെഗറ്റീവ് മോഡിലേക്ക് പോകും. ഇവിടെയാണ് എൻ്റെയും നിങ്ങളുടെയും പ്രകൃതം. അതുകൊണ്ടാണ് സ്വ അധിഷ്ഠാനം, നമ്മുടെ പ്രകൃതം വസിക്കുന്ന സ്ഥലം. കുങ്കുമവർണ്ണത്തിലുള്ള 6 ഇതളുകളുള്ള താമരയുടെ രൂപത്തിൽ സ്വാധിഷ്ഠാന ചക്രത്തെ വർണ്ണിക്കുന്നുണ്ട്. ഉള്ളിലുള്ള വെളുത്ത യന്ത്രം ജലധാതുവിനെ സൂചിപ്പിക്കുന്നു. അമാവാസി കഴിഞ്ഞ് 4ാമത്തെ രാത്രിയിലുള്ള ചന്ദ്രൻ്റെ ആകൃതിയാണ് യഥാർത്ഥത്തിൽ ഇത്. അതായത് നമ്മുടെ അഷ്ടമിക്ക് തൊട്ട് പകുതിയിലേക്ക് വന്ന് നിൽക്കുന്ന 4ാമത്തെ ദിവസം ഉള്ള ചന്ദ്രൻ്റെ ആകൃതി. അപ്പോൾ ഈ അമാവാസി കഴിഞ്ഞ് 4ാം രാത്രിയിലെ ചന്ദ്രൻ്റെ ആകൃതിയാണ് ഇതിൻ്റെ ചിത്രീകരണം വരച്ച് കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പുറത്തേക്ക് വിരിഞ്ഞിരിക്കുന്ന 6 ദളങ്ങൾ പുറമേയും ഉൾവശത്തേക്ക് ഒതുങ്ങുന്ന 6 ദളങ്ങൾ നടുവിലുമായിട്ട് ബോധ അബോധ ലക്ഷണങ്ങളെയാണ് ഇവ സൂചിപ്പിക്കുന്നത്. പുറത്തേക്ക് ഇരിക്കുന്നതും ഒന്ന് അബോധമായിരിക്കുന്നതും. അപ്പോൾ ഈ അനേക ജന്മങ്ങളിലെ കർമ്മശീലങ്ങളുടെ വാഹനമായ മുതലയാണ് ചന്ദ്രാകൃതിയിലുള്ള യന്ത്രത്തിനുള്ളത്. അപ്പം നടുവിലുള്ള ഇതള് ഈ പറയുന്ന നിരയിൽ വം എന്ന ബീജമന്ത്രത്തെ സങ്കല്പിച്ചിരിക്കുന്നു. അതിന്മേൽ വിഷ്ണു ഭഗവാനും രാഗിനി ദേവിയും കുടികൊള്ളുന്നതായിട്ട് സങ്കല്പിച്ചിട്ടുമുണ്ട്. അപ്പം എല്ലാ തരത്തിലുള്ള ഭൗതിക സുഖങ്ങളെയും അനുഭവിക്കുന്നതിനുള്ള കഴിവ് ഈ ചക്രം നമ്മൾക്ക് നൽകും. ലൈംഗിക ബന്ധങ്ങളിൽ നിന്ന് ആഗ്രഹങ്ങൾ, സന്തോഷം, തൃപ്തി ഇവയൊക്കെ നമുക്ക് നൽകുന്നത് ഈ ചക്രത്തിൻ്റെ സ്വാധീന ശക്തിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ മുതല എന്നൊക്കെ പറയുമ്പോൾ കർമ്മഫലങ്ങൾ, ഇതിൻ്റെയൊക്കെ ചക്രത്തിന് ഓരോ ചിത്രീകരണമുണ്ട്. ബ്രഹ്മചാരിണിയെ ഇനി ദേവതയായി നവരാത്രിയിൽ നോക്കുമ്പോൾ വെള്ള അല്ലെ, നവരാത്രിയുടെ 2ാം ദിവസത്തിൻ്റെ നിറം വെള്ള എന്ന് പറയും. ഈ ദിവസം ബ്രഹ്മചാരിണിയെ ആരാധിക്കുന്ന ദിവസം. വെളുത്ത നിറം വിശുദ്ധി, അതുപോലെ സമാധാനം, ധ്യാനം എന്നിവയെ സൂചിപ്പിക്കുന്നതാണ്. ഇതൊരു വ്യക്തിക്ക് ആന്തരികമായ സമാധാനവും സുരക്ഷിതത്വവും നൽകുന്നു. ബ്രഹ്മചാരിണി ദേവിയും വെളുത്ത വസ്ത്രം ധരിക്കുന്നതായിട്ടാണ് കാണുന്നത്. വലത് കയ്യിൽ ജപമാലയും ഇടത് കയ്യിൽ കമണ്ഡലവും ഉള്ള രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ദേവിയുടെ വിഗ്രഹത്തെ. ഇപ്പം യഥാർത്ഥത്തിൽ ബ്രഹ്മചാരിണി ദേവിക്ക് സതി, അപർണ, വേദാംബിക, തപചാരിണി, ജ്ഞാനേശ്വരി, ശുദ്ധവിദ്യ എന്നൊക്കെ പേരുകളുണ്ട്, മറ്റ് നാമങ്ങളുണ്ട്. അപ്പം പ്രകൃതം എന്താണ്? ദേവിയുടെ പ്രകൃതം അത് പ്രേമം, നിഷ്ഠ, ബുദ്ധി, ജ്ഞാനം എന്നിവയുടെ പ്രതീകം. അതിസൗമ്യമായ പ്രകൃതം, അതിശീഘ്രം സാധകരിൽ പ്രസന്നമാകുന്ന സ്വഭാവം. അവള് ഏകാത്മകത ഇഷ്ടപ്പെടുന്ന, സർവദാ തപസ്സിൽ ലീനമായിരിക്കുന്നവൾ. ദേവിയെ ഉപാസിച്ചാൽ ബ്രഹ്മചാരിണി ഊർജം നമ്മിൽ വൈരാഗ്യം സൃഷ്ടിച്ച് ഏകാഗ്രത, സദാചാരം, ബുദ്ധി, വിദ്യ, ജ്ഞാനം എന്നിവയിൽ അഭിവൃദ്ധി ഉണ്ടാക്കും. കാരണം നമ്മുടെ ഉപബോധ മനസ്സിന് വേണ്ടത് ഈ ഗുണങ്ങളാണ്. ഈ ഗുണങ്ങൾ ഉണ്ടാകുമ്പോഴാണ്, കാരണം ഉപബോധ മനസ്സാണ് നമ്മുടെ ഭാവി നിർണ്ണയിക്കുക. നമുക്കറിയാലോ, സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മുടെ ഭാവിയെ മാനിഫെസ്റ്റ് ചെയ്ത് തരുന്നത്. അപ്പം നമ്മുടെ ബുദ്ധിയിൽ ഓൾവേസ് ഈ പറയുന്ന വിദ്യ, ജ്ഞാനം, ഏകാഗ്രത, സദാചാരം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മിൽ അത് ഉണ്ടാവണമെങ്കിൽ നമുക്ക് വൈരാഗ്യം, ആസക്തിയിൽ നിന്ന് വൈരാഗ്യം ജനിക്കണം. അങ്ങനെ വൈരാഗ്യം നമ്മളിൽ ജനിപ്പിച്ചിട്ട് ആവശ്യമുള്ള യഥാർത്ഥ വിദ്യ നമ്മൾക്ക് പകർന്ന്, യഥാർത്ഥ ജ്ഞാനം നമ്മൾക്ക് പകർന്ന്, ഏകാഗ്രത പകർന്ന് നമ്മൾക്ക് ഈ പറയുന്ന ആ യഥാർത്ഥ ഉപബോധ മനസ്സിനെ സാത്വികമായ ഉപബോധ മനസ്സാക്കിയിട്ട് മാറ്റും.
ബ്രഹ്മചാരിണി ഇനി രണ്ടാമത് ദിവസത്തെ ആലോചിച്ചാൽ ബ്രഹ്മചാരിണി ദേവി ചൊവ്വാഗ്രഹത്തെയാണ് ഭരിക്കുന്നത്. വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ, അശുഭങ്ങളായത്, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള അശുഭങ്ങളായ അനുഭവങ്ങൾ കൂടാതെ അസുഖങ്ങൾ ഒക്കെ മാറാൻ അവളെ ഉപാസന ചെയ്താൽ മതിയാകും എന്നാണ് പറയാം. ജ്ഞാനം, ശാന്തി, സദ്ഭാവത്തിൻ്റെ അഭിവൃദ്ധി എന്നിവയുണ്ടാക്കുന്നവളാണ് അവൾ. സാധകർ ഈ ദേവിയെ ഉപാസിച്ച് തൻ്റെ കുണ്ടലിനി ചൈതന്യത്തെ അല്ലെങ്കിൽ പ്രാണ ചൈതന്യത്തെ ഉയർത്തിക്കഴിഞ്ഞ് ശരീരത്തിൽ സ്വാധിഷ്ഠാന ചക്രത്തിൽ അവൾ വസിക്കുന്നത് കൊണ്ട് തന്നെ തപോഗുണ തത്വത്തിൻ്റെ കൂടെ അവൾ ജലതത്വം കൂടിയാണ്. അവൾ വേദങ്ങളിൽ ചേതനാശക്തിയായിട്ടാണ് അറിയപ്പെടുക. അപ്പോൾ വേദങ്ങളിൽ അവളെ പറയുന്നത്, ബ്രഹ്മചാരിണിയെ പറയുന്നത് ചേതനാശക്തിയായിട്ടാണ്. അവൾ ജലതത്വമാണ്. കാരണം നമ്മുടെ എല്ലാ ഗ്രന്ഥികളിൽ നിന്നാണ് നമ്മൾക്ക് വികാരങ്ങൾ ഉണരുന്നത്. ഈ വികാരങ്ങൾ തികച്ചും ആ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങളിൽ നിന്നാണ്. സ്രവത്തിൻ്റെ രൂപം ജലമാണ്, അല്ലെങ്കിൽ ലിക്വിഡിക്കാണ്, അല്ലേ, ദ്രാവക രൂപമാണ്. അപ്പോൾ എങ്ങനെ നോക്കിയാലും നമ്മുടെ ഋഷീശ്വരന്മാർ നമ്മളോട് പറഞ്ഞത് വളരെ വലിയ ഒരു തത്വമാണ്. ബ്രഹ്മചാരിണിയുടെ തത്വം പറയുന്ന സമയത്ത് അകത്തേക്ക് നീങ്ങുന്ന, അല്ലെങ്കിൽ ഒപ്പം നീങ്ങുന്ന, അല്ലെങ്കിൽ പിന്നാലെ പോകുന്ന സ്ത്രീ എന്നൊക്കെയാണ് അർത്ഥം. അതിനാൽ അവൾ ബ്രഹ്മചാരിണി ദേവി ശിവനോടൊപ്പം നീങ്ങുകയും ശിവനിലേക്ക് നീങ്ങുകയും ആദ്യത്തെ നവദുർഗയായ ആ പ്രചോദനത്തിൻ്റെ ദേവതയായ ശൈലപുത്രി ദേവിയാണ് ആദ്യത്തെ നവദുർഗ. അവൾ ആ മൂലാധാര ചക്രത്തിലെ ഊർജത്തെ ഉണർത്തി നമ്മുടെ ശ്രദ്ധ ശിവനിലേക്ക് കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. അവിടെ ഈ പറയുന്ന രണ്ടാമത് ആദ്യത്തെ ശൈലപുത്രിയിൽ നിന്ന് ബ്രഹ്മചാരിണിയിലേക്ക് വരുമ്പോൾ സൗമ്യമായ താമര പോലെയുള്ള കൈകളിൽ ജപമാല ഏന്തി കമണ്ഡലവും ഏന്തി ബ്രഹ്മചാരിണിയായ സ്ത്രീ സാധകയായി ദൃശ്യവൽക്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് അവളുടെ നിർവഹണ ശക്തിയിൽ വളരെയധികം പുരോഗതി നേടിയ ചൈതന്യമാണ്. അടുത്ത ഘട്ടത്തിൻ്റെ അടിസ്ഥാനമായ സാധനയുടെയും ഗ്രന്ഥജ്ഞാനത്തിൻ്റെയും ആരാധ്യ ദേവത. അതായത് ശൈലപുത്രി തൊട്ടടുത്ത സ്ഥാനത്തേക്ക് ഉയർന്ന് വരുന്ന സമയത്ത് ആ സ്ഥാനത്ത് ആവശ്യമുള്ളത് എന്തൊക്കെയാണ്? സാധനയാണ്, നിർവഹണ ശക്തിയാണ്, ഗ്രന്ഥജ്ഞാനമാണ്. ഇതിൻ്റെയൊക്കെ അധിഷ്ഠാത്രിയായിരിക്കുന്നവളാണ് ബ്രഹ്മചാരിണി. പരമശിവനെ തൻ്റെ പതിയായി ലഭിക്കാൻ വ്യക്തിപരമായ സുഖസൗകര്യങ്ങൾ ത്യജിച്ച് കർശനമായ ഭക്ഷണക്രമം പാലിച്ച് വെറും നിലത്ത് കിടന്നുറങ്ങി നഗ്നപാതയായി നടന്ന് അങ്ങനെയുള്ള ചര്യകൾ, അല്ലെ, ബ്രഹ്മചാരികളുടെ ചര്യകൾ നമുക്കറിയുന്നതാണ്. നമ്മൾ ശബരിമലക്കൊക്കെ മാലയിടുന്ന സമയത്ത് ഏതാണ്ട് ഇതിൻ്റെയൊക്കെ ഒരു പരിധി വരെയൊക്കെ നമ്മൾ ആചരിക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങൾ ദേവി തപസ്സിരുന്നു എന്നാണ് പറയുക ഐതിഹ്യത്തിൽ. ഇപ്പം വെളുത്ത സാരി പരിശുദ്ധിയുടെയും ജപമാല കഠിനമായ തപസ്സുകളുടെയും തത്വമാണ് പറയുന്നതെങ്കിൽ കമണ്ഡലു സ്വയം ഉൾക്കൊള്ളുന്നതായ അലസതകൾ ഒന്നുമില്ലാത്ത ജീവിതത്തെയാണ്. നഗ്നപാദം ലക്ഷ്യങ്ങളുടെ നേട്ടത്തിന് വേണ്ടി എന്ത് കഷ്ടപ്പാടുകൾ സഹിക്കാനും സുഖസൗകര്യങ്ങൾ ഉപേക്ഷിക്കാനുമുള്ള മനസ്സിൻ്റെ സന്നദ്ധതയാണ് യഥാർത്ഥത്തിൽ നമ്മളിലേക്ക് പറഞ്ഞു തരുന്നത്. അപ്പം യഥാർത്ഥത്തിൽ വേദഗ്രന്ഥങ്ങളിൽ ബ്രഹ്മചാരിണി എന്ന വാക്കിൻ്റെ അർത്ഥം പരമാത്മാവിൽ മനസ്സ് കേന്ദ്രീകരിച്ച് വിശുദ്ധമായ ജ്ഞാനം പിന്തുടരുന്ന സ്ത്രൈണ ചൈതന്യം എന്നാണ്. പരമാത്മാവിൽ വസിച്ചുകൊണ്ട് എല്ലാ ദൈവീകമായ കർമ്മങ്ങളും ചെയ്യുന്ന അമ്മയുടെ ഈ രൂപം നമ്മുടെ ആത്മീയമായ സ്വപ്നങ്ങളെയും അവ സാക്ഷാത്കരിക്കാൻ നാം ചെയ്യേണ്ട പ്രയത്നത്തെയും പരിശീലനത്തെയുമാണ് നമ്മളിൽ പ്രതിനിധാനം ചെയ്യുന്നത്. ഇപ്പം ബ്രഹ്മചാരിണി ചൈതന്യം നമ്മുടെ മനസ്സിൽ ശക്തിയും അപാരമായ ദൃഢനിശ്ചയും ഉറച്ച നിശ്ചയദാർഢ്യവും ഒക്കെ ഉണർത്തും. അങ്ങനെ കഷ്ടപ്പാടുകൾ സഹിച്ച് അവ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം നമ്മുടെ ലൗകിക കാര്യങ്ങളിൽ നിന്ന് ശാന്തമായി വേർപിരിയുന്ന സമയത്ത് വലിയ തപസ്സുകൾ ചെയ്യാനുള്ള കഴിവും ആ ചൈതന്യം നമ്മൾക്ക് നൽകും. അവൾ അച്ചടക്കത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിവേകത്തിൻ്റെയും വിശ്വസ്തതയുടെയും പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ ശുദ്ധമായ ഹൃദയത്തോടെ അവളെ ആരാധിക്കുക. നമ്മൾക്ക് വലിയ വൈകാരികമായ പിന്തുണ, ചൈതന്യപരമായ ആത്മവിശ്വാസം ഇതൊക്കെ നമ്മൾക്ക് ലഭിക്കും. ദേവി പ്രസാദിച്ചാൽ അവൾ പരമമായ പവിത്രമായ ആ ജ്ഞാനം, പരമാത്മാവിൻ്റെ ജ്ഞാനം, ബ്രഹ്മജ്ഞാനം നൽകുകയും സാധനാ പരിശീലനങ്ങളിലൂടെ ബ്രഹ്മചാരിണി ദേവി മൂലാധാര ചക്രത്തിൽ നിന്ന് സ്വാധിഷ്ഠാന ചക്രത്തിലേക്ക്, രണ്ടാം ചക്രത്തിലേക്ക് ഊർജം ഉയർത്തുകയും നമ്മളിൽ ഭയം, വിഷാദം, അസ്ഥിരത, വൈകാരികത എന്നിവ അകറ്റി ഭക്തർക്ക് സുഖം, സമൃദ്ധി, സന്തോഷം എന്നിവ നൽകുന്നതാണ്. അപ്പം നവരാത്രിയുടെ രണ്ടാം ദിവസമായ ഈ ബ്രഹ്മചാരിണി ദേവിയുടെ തത്വം പാർവതിയുടെ യോഗിനി അല്ലെങ്കിൽ അവിവാഹിതയായ രൂപമായിട്ടാണ് ആരാധിക്കുക.
അവൾ ചൊവ്വാഗ്രഹത്തെ ഭരിക്കുന്നത് കൊണ്ട് തന്നെ ചൈതന്യത്തിൻ്റെ രണ്ടാമത്തെ ചുഴിയായ അല്ലെങ്കിൽ ഊർജത്തിൻ്റെ രണ്ടാമത്തെ നോട്ടായ സ്വാധിഷ്ഠാന ചക്രത്തിൽ ദുർഗ തപസ് ചെയ്യുന്ന ബ്രഹ്മചാരിണിയുടെ രൂപത്തിൽ വസിക്കുന്നു എന്നാണ്, ശിവനിലേക്ക് പോവാൻ, ശിവനെ പ്രാപിക്കാൻ. അപ്പം നവരാത്രി സാധനയുടെ 2-ാം ദിവസം ആരാധിക്കപ്പെടുന്ന അവള് സ്നേഹം, വിശ്വസ്തത, ജ്ഞാനം, അറിവ് എന്നിവയെ പ്രതിനിധീകരിക്കുന്ന ദേവതയാണ്. അപ്പം യഥാർത്ഥത്തിൽ നമ്മൾക്കറിയാം, പാർവതിയുടെ കഥ നോക്കിയാൽ ബ്രഹ്മഋഷിയായ അല്ലെ ദൈവത്തിൻ്റെ സ്വന്തം ദർശകനായ നാരദൻ്റെ ഉപദേശത്താൽ സ്വാധീനിക്കപ്പെട്ട അവള് വർഷങ്ങളോളം കഠിനമായ തപസ് ചെയ്തു എന്നാണ്. അങ്ങനെ ശിവനെ വിവാഹം കഴിക്കാനുള്ള അവളുടെ ദൃഢനിശ്ചയം, അതാണ് ഇച്ഛാശക്തി. അത് പൂർത്തീകരിച്ച് അനന്തമായ ബോധത്തിൻ്റെ പ്രതിനിധാനമായി, അതായത് പരമശിവൻ, അതാണ് അനന്തമായ ബോധത്തിൻ്റെ പ്രതിനിധാനം. ആ പരമശിവനുമായി ഒന്നാകാൻ വേണ്ടി, അതായത് അഹം ബ്രഹ്മാസ്മി എന്ന തത്വം, ആ മഹാവാക്യം അല്ലെ വേദാന്തത്തിലെ ആ മഹാവാക്യം, ഞാൻ ബ്രഹ്മമാണ് എന്ന ഏകത്വത്തിൽ ലയിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയാണത്തിൻ്റെ 2-ാം ഘട്ടം. ആ സമയത്ത് അവൾ തൻ്റെ ഭക്തർക്ക് വലിയ വൈകാരികമായ ശക്തി നൽകുന്നു. നമ്മുടെ ധാർമ്മികത മുറുകെ പിടിക്കാനും നമ്മുടെ ധർമ്മം, അതായത് കർമ്മമായ പാത ചെയ്യാനും അവൾ നമ്മെ പ്രചോദിപ്പിക്കുന്നു. അപ്പോൾ താമസിക ഗുണത്തിലെ താഴ്ന്ന ഊർജങ്ങൾ തങ്ങളുടെ മേൽക്കോയ്മ തെളിയിക്കുമ്പോൾ സ്വാർത്ഥത, അഹംഭാവം, അത്യാഗ്രഹം, അലസത എന്നിവയൊക്കെ മനസ്സിലാക്കാനും അതിൽ നിന്ന് മുക്തി നേടാനും നമ്മളെ സഹായിക്കുന്നത് ദുർഗയുടെ ഈ ശക്തിയാണ്. ആയുർവേദത്തിൽ പറയുന്നുണ്ട് അല്ലേ, നമുക്ക് പ്രാഥമികമായ 3 ഗുണങ്ങളുണ്ട്. അവ പ്രാപഞ്ചികമായ ബുദ്ധിയുടെ പ്രധാന ശക്തികളാണ്. കാരണം ഈ പ്രാപഞ്ചിക ബുദ്ധിയുടെ, കോസ്മിക് ഇൻ്റലിജൻസിൻ്റെ 3 പ്രധാന ഗുണങ്ങളാണത്. എന്താണ് ഈ ഗുണങ്ങൾ? പ്രകൃതിയുടെ സൂക്ഷ്മമായ ഗുണമാണ്. അതായത് ദ്രവ്യം, മാറ്റർ, ജീവിതം, ലൈഫ്, പിന്നെ മനസ്സ്, മൈൻഡ്. അതായത് മാറ്ററും ലൈഫും മൈൻഡും. യഥാർത്ഥത്തിൽ നമ്മൾ തെറ്റിദ്ധാരണാപരമായിട്ട് കൃത്യമായി മനസ്സിലാക്കാതെ ഈ ഗുണങ്ങളെ സമീപിച്ചാൽ അവ നമ്മെ ബാഹ്യലോകവുമായിട്ട് ഓൾവേസ് ബന്ധപ്പെടുത്തിയിട്ട് നിർത്തികളെ. അപ്പം നമ്മുടെ ഉള്ളിൽ ഈ സത്വരജസ് തമോ ഗുണങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇത് ദ്രവ്യം, മാറ്ററും അതുപോലെ തന്നെ ആ മാറ്ററിൻ്റെ പ്രയാണമാണ് ജീവിതം. ആ ജീവിതവും അതിനെ നയിക്കുന്ന മനസ്സും. യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളും ഒക്കെ ഈ ലോകത്ത് എന്താണ്? മാറ്ററാണ്. ആ മാറ്ററിനെ കൊണ്ട് നമ്മൾ ജീവിക്കുന്ന, ആ മാറ്റർ ഈ ബാഹ്യലോകത്ത്, ഈ പ്രപഞ്ചത്തിൽ വസിക്കുന്ന സമയമാണ് നമ്മുടെ ജീവിതം. ആ സമയത്ത് ഞാൻ ഈ എൻ്റെ ചുറ്റുപാടിനെ അനുഭവിക്കുന്നതും അതുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഒക്കെ എൻ്റെ മനസ്സും അതിൻ്റെ പിടിയിലുള്ള ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ചിട്ടാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ഞാനും ഈ 3 മാറ്റർ, ലൈഫ് ആൻഡ് മൈൻഡ്. ഇപ്പോൾ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഈ 3 ഗുണങ്ങൾ. ഒന്ന് തമസ്, രജസ്, സത്വം. ജഡത്വമാണ്, അന്ധകാരമാണ് അല്ലെ, അജ്ഞാനമാണ്. അജ്ഞതയിൽ നിന്ന് ജനിച്ച് ഭ്രമത്തിന്, മോഹനം, ഭ്രമത്തിന് കാരണമായി അക്രമം, ആധിപത്യം, നുണകൾ, അത്യാഗ്രഹം, നാശം, മലിനീകരണം, സ്വാഭാവികമായ ജീവിതത്തിൻ്റെ ഒരു അനാദരവാണ് തമസ്. അതായത് ജഡത്വമാണ്, അജ്ഞതയാണ്. അതിൽ നിന്ന് ജനിക്കുന്ന മോഹനം, അത് ഭ്രമത്തിന് കാരണമാകും. അത് അങ്ങനെ ഭ്രമിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ അക്രമവാസനകൾ, ഒരാൾക്ക് മേൽ ഒരാളോട് ആധിപത്യം പുലർത്താൻ, നുണ പറയാൻ, അത്യാഗ്രഹം, അതുപോലെ നാശം, മലിനീകരണം, സ്വാഭാവിക ജീവിതത്തിൻ്റെ ഒക്കെ ഒരു അനാദരവ് നമ്മളിൽ സംഭവിക്കും. ഇനി രജസാണെങ്കിലോ അത് അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാകുന്ന നമ്മളിൽ ഒരു സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുത്തുന്ന ഒരു ഊർജം എന്ന് വേണമെങ്കിൽ പറയാം. തൃഷ്ണ, അതായത് തീവ്രമായ ആഗ്രഹം, നമ്മളിൽ തൃഷ്ണ ജനിപ്പിക്കുന്നത് രജസാണ്. അല്ലെങ്കിൽ സംഘ, ആസക്തി എന്നിവയിൽ നിന്ന് ജനിക്കുന്ന രാഗാത്മകമായ ആസക്തി ആത്മാവിനെ പ്രവർത്തനത്തിലൂടെ ബന്ധിക്കുന്നു. അപ്പം ആദ്യത്തെ ഗുണം എന്താ ഉണ്ടാക്കുക? യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ അനാദരവാണ് നമ്മൾക്ക് നേടിത്തരുക തമസ്. കാരണം ജഡത്വമാണ്, അന്ധകാരമാണ്, അജ്ഞാനമാണ്. അതിൽ നിന്ന് ഭ്രമത്തിന് കാരണം അക്രമവാസനകൾ, നുണ, ആധിപത്യം, അത്യാഗ്രഹം, നാശം, മലിനീകരണം. ഇങ്ങനെ സ്വാഭാവികമായ ജീവിതത്തെ അല്ലെങ്കിൽ ആത്മാവിനെ ഒരുപാട് തലത്തിലേക്ക് നയിക്കും. രജസാണെങ്കിൽ സന്തുലിതാവസ്ഥയ്ക്ക് കാരണമാകുന്ന നമ്മുടെ ഉള്ളിലുള്ള ആ ഊർജത്തെ ഒന്ന് ഇളക്കും, എന്നിട്ട് തൃഷ്ണ ജനിപ്പിക്കും, തീവ്രമായ ആഗ്രഹം നമ്മളിൽ ഉണ്ടാക്കും. അങ്ങനെ അതിൽ നിന്ന് ജനിക്കുന്ന ആ രാഗാത്മകമായ ആസക്തി, സംഘ, ഇതിൽ ആത്മാവിനെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കും. ആ പ്രവർത്തനത്തിലൂടെ എന്ത് ചെയ്യും? ബന്ധിക്കും. കാരണം എന്താ? പ്രവർത്തിക്കുന്നതിലൂടെ കർമ്മഫലം വന്നു ചേരും. അപ്പോൾ അമിതമായ അഭിലാഷം, അരാജകത്വം, മായ, സമ്പത്ത്, അഭിനിവേശം, ഇന്ദ്രിയങ്ങളോടുള്ള അഭിനിവേശം,
ഇതൊക്കെയാണ് ജീവിതത്തിന് ഈ പറയുന്ന പോലെ സാത്വികപരമായ ഈശ്വരനോടുള്ള അവഗണന, ഇതൊക്കെ നമ്മളിൽ ജനിപ്പിക്കുന്നത് ഈ പറയുന്ന കർമ്മബന്ധങ്ങളിലേക്ക് ആത്മാവിനെ നയിക്കുന്ന രജസാണ്. ഇനി സത്വബുദ്ധി എന്ന് നോക്കിയാലോ, സത്വബുദ്ധി സന്തുലിതാവസ്ഥ സൃഷ്ടിക്കും. സത്വബുദ്ധി നമ്മളിൽ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മളെ എന്താ പറയുക സഹായിക്കുന്നതാണ്. ശുദ്ധമായത്, മാലിന്യങ്ങളില്ലാതെ, രോഗങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഈ പറയുന്ന അശുഭകരമായ അവസ്ഥകളിൽ നിന്നും മുക്തമായതാണത്. അത് നമുക്ക് സന്തോഷവും അറിവ് കൊണ്ട് ബന്ധനത്തിലൂടെ ആത്മാവിനെ ചേർത്തു നിർത്തുന്നതുമാണ്. ബോധപൂർവമായ നമ്മൾക്ക് ഒരു വിവേചനം ഒക്കെ നൽകുന്നതാണ്. ബോധപൂർവം നമ്മൾക്ക് ബോധത്തെ ഉണർത്തി നമ്മൾക്ക് സെലക്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനുള്ള ഒരു ത്വര നമ്മളിൽ സൃഷ്ടിക്കുന്നതാണ് സത്വഗുണം. ഉയർന്ന ശക്തിയിലുള്ള വിശ്വാസം ഉണ്ടാവും നമുക്ക്. അതായത് ഈശ്വരീയമായ പലതിലും എൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള സത്വഗുണങ്ങളിലൊക്കെ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടാവും. അതായത് സ്വന്തം ശരീരത്തോടും ആത്മാവിനോടും ഒക്കെ ഒരു ബഹുമാനം ഉണ്ടാവും. എന്നിലുള്ള സ്വന്തം ബുദ്ധിയോടൊക്കെ അല്ലെങ്കിൽ ബുദ്ധിശക്തിയോടൊക്കെയുള്ള ഒരു ആദരവ് നമുക്ക് ഉണ്ടാവും. ആ സമയത്ത് എനിക്കെല്ലാം സാധിക്കുന്നു തോന്നും. സ്വന്തം ബുദ്ധിയോടുള്ള അമിതമായ വിശ്വാസമില്ലായ്മയാണ് എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് മനസ്സിലാക്കി നമ്മൾ അടങ്ങിയിരിക്കുന്നത്. അപ്പൊ സത്വഗുണം ചോർന്നു പോകുമ്പോഴാണ് ഒരാൾക്ക് ഡിപ്രസ്ഡ് മൈൻഡ് സെറ്റ്, കഴിവില്ലായ്മയൊക്കെ ഉണ്ടാവുന്നത് ആ സമയത്താണ്. പേടി, എക്സാമിനോടുള്ള ഫിയർ, ജീവിതം മത്സരിക്കാനുള്ള ഒരു ഫിയർ, ഈ പറയുന്ന പോലെ ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ഫിയർ, ഇതൊക്കെ സത്വഗുണം നശിക്കുന്നതോട് കൂടിയിട്ടാണ് നമ്മളിൽ വന്നു ചേരുക. എല്ലാ ജീവികളോടും ദയുണ്ടാവും സത്വഗുണം ഉണ്ടെങ്കിൽ. സന്തുലിതാവസ്ഥയുടെ ആന്തരികമായ ഒരു ബോധം ഇതുണ്ടാവുമ്പോൾ എന്താ അറിയോ, നിങ്ങൾക്കും എനിക്കും ജീവിതത്തിൽ പ്രക്ഷുബ്ധമായ അവസ്ഥകൾ വരുന്ന സമയത്തൊക്കെ നമ്മൾക്ക് അതിനെ നേരിടാൻ വേണ്ടി സാധിക്കും. അപ്പൊ യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളുമൊക്കെ ജീവിതം നേരിടുന്നത് സത്വഗുണത്തിന്റെ ഫലം കൊണ്ടാണ്. സത്വഗുണം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ സന്തുലിതാവസ്ഥ കൈവരിക്കുന്നത് നമ്മൾ സത്വഗുണത്തിന്റെ ഫലത്തിലാണ്. എന്നാൽ ജീവിതത്തിൽ സദാ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക, ഗുണമൊന്നും കിട്ടാതിരിക്കുക, എന്നും ടെൻഷനാണ്, പ്രശ്നങ്ങളാണ്, ഈ പറയുന്ന എന്ത് ചെയ്താലും കുറ്റമാണ്, കർമ്മബന്ധങ്ങളിൽ പെട്ടുപോവുക, ഇതൊക്കെ നമ്മളിൽ രജസ് അധികരിച്ചിരിക്കുമ്പോഴാണ്. ഇനി തമസിന്റെ കാര്യമാണെങ്കിൽ നിങ്ങളിൽ തന്നെ നോക്കിയാൽ അമിതമായ ആസക്തി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്നത് നിങ്ങൾ കാണാനിടയും അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. അമിതമായ ഓരോ വിഷയത്തോടുള്ള ആസക്തികൾ, ഓരോ സാധനത്തോടുള്ള ആസക്തികൾ, ഒരു ബന്ധത്തിലുള്ള ആസക്തി, ഇതൊക്കെ നമ്മളിലുള്ള താമസിക ഗുണമാണ്. അതുപോലെ മറ്റുള്ള ആളുകളെ ചതിക്കുക, മറ്റുള്ള ആളുകളോട് നുണ പറയുക, അവരെ തൻ്റെ കീഴിൽ അടക്കി നിർത്തുക, ഭരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു ആഗ്രഹം വരുന്നത് താമസികമായ ഗുണമാണ്. അപ്പോൾ ഉപരിതലത്തിലെ സാധാരണ മനസ്സ് പ്രവർത്തിക്കുന്ന ഊർജമാണ് ഈ പറയുന്ന 3 ഊർജങ്ങൾ. അതായത് സാധാരണ മനസ്സ് പ്രവർത്തിക്കുന്ന ഊർജം ഈ ത്രിഗുണങ്ങളിലൂടെയാണ്. ഇത് ബോധത്തിൻ്റെ ഊർജം കൂടിയാണ്. നമ്മുടെ എല്ലാ കർമ്മങ്ങളുടെയും ആഗ്രഹങ്ങളെയും ഉൾക്കൊള്ളുന്ന ആത്മാവിൻ്റെ ഒരു ശക്തിയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഊർജം. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് പുനർജന്മം, അതായത് എല്ലാ കർമ്മങ്ങളുടെയും ആഗ്രഹങ്ങളെയും ഉൾക്കൊള്ളുന്ന ആത്മാവിൻ്റെ ശക്തിയാണ് നമ്മളുടെ പുനർജന്മം സൃഷ്ടിക്കുന്നത്. അപ്പം എൻ്റെയും നിങ്ങളുടെയും പുനർജന്മം ഈ മനസ്സ് ഈ 3 ഗുണങ്ങളിൽ ഏതിൻ്റെ കൂടെ ഒട്ടിപ്പിടിച്ച് നടക്കുന്നു, അതിൻ്റെ കർമ്മഫലങ്ങൾ അനുസരിച്ചിട്ടാണ് എൻ്റെ ആത്മാവിന് ഫലം. ആ കർമ്മഫലങ്ങൾ അതിന് ചുറ്റും ആവരണമായി ഇരിക്കും. ആ ആവരണമാണ് എൻ്റെ അടുത്ത ജന്മം സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ പുനർജന്മത്തിൻ്റെ ചക്രം സൃഷ്ടിക്കുന്നത്. അങ്ങനെ ഗുണങ്ങൾ പ്രകൃതിയിൽ നിന്ന് ജനിക്കുന്നതാണ്. മനുഷ്യരടക്കം എല്ലാവരും വിവിധ അളവുകളിലുള്ള ഏകാഗ്രതയിലും അതുപോലെ ഈ ഗുണങ്ങളുടെ സംയോജനത്തിലും നിലനിൽക്കുന്നവരാണ്. ചില ആളുകൾക്കുള്ള സത്വബുദ്ധി ആയിരിക്കില്ല മറ്റു ചിലർക്ക്, ചില ആളുകൾക്കുള്ള രജസിൻ്റെ ഗുണം ആയിരിക്കില്ല മറ്റ് പലർക്കും. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഒരു റേഷ്യോ ഡിഫറൻസിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വസ്തുക്കളിലും, പ്രകൃതിയുടെ ഉൽപ്പന്നങ്ങളിലും ജീവിതത്തിലും ഒക്കെ ഈ 3 ഗുണങ്ങളും നിലനിൽക്കും. അതുകൊണ്ട് നാം കഴിക്കുന്ന ഭക്ഷണങ്ങൾ പോലും പ്രധാനമാണെന്ന് പറയാൻ കാരണം ഇതാണ്. കാരണം അത് മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും ആധാരം ഉൾക്കൊള്ളുന്നതാണ്. നമ്മുടെ ചിന്തകളും പ്രവർത്തനങ്ങളും ഓരോ മനുഷ്യനും 3 ഗുണങ്ങളുടെ സംയോജനമായിട്ട് കിട്ടുന്നതാണ്. എൻ്റെയും നിങ്ങളുടെയും ചിന്തകളും പ്രവർത്തനങ്ങളും ഒക്കെ സ്വാധീനിക്കാനുള്ള ശേഷി ഈ 3 ഗുണങ്ങൾക്കുണ്ട്. ഈ സംയോജനമാണ് വസ്തുക്കളുടെ സ്വഭാവം. അപ്പൊ ജീവികൾ അവരുടെ പ്രവർത്തനം, പെരുമാറ്റം, മനോഭാവം, അവർ വസിക്കുന്ന വസ്തുനിഷ്ഠമായ ലോകത്തിലെ അവരുടെ ബന്ധനങ്ങൾ, അറ്റാച്ച്മെന്റ്, പ്രവർത്തനങ്ങൾ എന്നിവ നിർണയിക്കുന്ന അല്ലെങ്കിൽ ആ നിർണയിക്കുന്ന ശക്തി യഥാർത്ഥത്തിൽ ഏതാണ്? ഈ സംയോജനമാണ്. സത്വരജസ് ഗുണ സംയോജനമാണ് വസ്തുക്കളുടെ സ്വഭാവം, എൻ്റെയും നിങ്ങളുടെയും സ്വഭാവം നിശ്ചയിക്കുന്നത്. അതുപോലെ ജീവികൾ, ആ ജീവികളുടെ നിങ്ങളും ഞാനുമാകുന്ന
നമ്മുടെ പ്രവർത്തനം നിശ്ചയിക്കുന്നത്, നമ്മുടെ പെരുമാറ്റം നിശ്ചയിക്കുന്നത്, നമ്മുടെ മനോഭാവം നിശ്ചയിക്കുന്നത്, അതുപോലെ നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് നമ്മൾക്ക് പലതിനോടുള്ള അറ്റാച്ച്മെൻ്റ് ഒക്കെ നിശ്ചയിക്കുന്നത് ഈ ഗുണങ്ങളാണ്. അപ്പോൾ ഈ വസ്തുക്കളോടുള്ള ആഗ്രഹങ്ങളിലൂടെ നമ്മൾ ബന്ധം സൃഷ്ടിക്കും. ഈ ഗുണങ്ങളുടെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? നമ്മളെ അറ്റാച്ച് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. ഇപ്പം കാമവും ലൈംഗികാസക്തിയും വിനോദവും ആഡംബരവും സുഖവും അഭിലാഷവും മനുഷ്യരെ പ്രകൃതിയുടെ ശാശ്വതമായ നിയന്ത്രണത്തിൽ നിയന്ത്രിച്ച് നിർത്തും ഈ പറയുന്ന അറ്റാച്ച്മെൻറ്റ്. കാരണം എന്നും നമുക്ക് ഈ പറയുന്ന പോലെ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും, സുഖത്തോടുള്ള ഒരു അമിതമായ ഒരു ഇച്ഛയുണ്ടാവും, ആഡംബരത്തോട് ഇഷ്ടം ഉണ്ടാവും, വിനോദം അല്ലേ, അതുപോലെ ലൈംഗികാസക്തി, കാമങ്ങൾ, ഇതിലൊക്കെ നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ട് നമ്മളെ നിലനിർത്തുക എന്നുള്ളതാണ് പ്രകൃതിയുടെ ധർമ്മം. ഇത് പ്രകൃതി നിർവഹിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഈ 3 ഗുണങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഭഗവത്ഗീതയിൽ 14-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ടല്ലോ, 3 ഗുണങ്ങളുടെ ശക്തിയും ത്രിഗുണം അല്ലേ, അവയെ എങ്ങനെ മറികടക്കാമെന്നും സത്വത്തിൽ നിലനിൽക്കാനുള്ള വഴികൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അർജുനൻ ചോദിക്കുന്ന സമയത്ത് ത്രിഗുണങ്ങളെ മറികടക്കുന്നവരുടെ സ്വഭാവം എന്താണ്, അവരുടെ പെരുമാറ്റം എന്താണ്, അതായത് ഈ 3 ഗുണങ്ങളാണ് എന്നെ പ്രകൃതിയുമായിട്ട് ബന്ധിപ്പിച്ച് നിർത്തുന്നതെങ്കിൽ കൃഷ്ണ, ഞാൻ അതിനെ മറികടക്കാൻ അല്ലെങ്കിൽ അങ്ങനെ മറികടക്കുന്നവരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് ഒരാൾ ഈ 3 ഗുണങ്ങളെയും മറികടക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ പറയുന്നുണ്ട്, ജ്ഞാനോദയം, പ്രവർത്തനം, വ്യാമോഹം എന്നിവയുടെ സാന്നിധ്യം അല്ലേ, ആ സാന്നിധ്യം വെറുക്കാത്ത അല്ലെങ്കിൽ അവ ഇല്ലാതിരിക്കുമ്പോൾ അവയിൽ ആഗ്രഹിക്കാത്ത ഒരാൾ, സാക്ഷിയെ പോലെ നിലകൊള്ളുന്നവൻ, ഗുണങ്ങളാൽ ചലിക്കാത്തവൻ, അതുപോലെ ഗുണങ്ങൾ മാത്രമേ പ്രവർത്തിക്കൂ എന്ന് കരുതി കുലുങ്ങാതെ ഉറച്ചു നിൽക്കുന്നവൻ, ഈശ്വരനിൽ ആശ്രയിക്കുന്നവനും വേദനയിലും സന്തോഷത്തിലും നിസ്സംഗനായിരിക്കുകയും ചെയ്യുന്ന സ്വഭാവമുള്ളവൻ, ഒരു കട്ടയും കല്ലും സ്വർണവും ഒരുപോലെയാകുന്നു എന്ന് മനസ്സിലാക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ? കട്ടയും കല്ലും സ്വർണവും. കാരണം സ്വർണം സത്യം പറഞ്ഞാൽ മണ്ണാണ് അല്ലേ? പക്ഷെ നമ്മൾ മണ്ണും സ്വർണവും ഒരുമിച്ച് വെച്ചാൽ നമ്മൾ സ്വർണത്തെയാണ് വിലമതിക്കുക. പക്ഷേ ഈ 3 ഗുണങ്ങൾക്കും അപ്പുറത്ത് ഇരിക്കുന്ന ആൾക്ക് മനസ്സിലാവും ഇത് മണ്ണ് തന്നെയല്ലേ. കാരണം സ്വർണം കുഴിച്ചെടുക്കുന്ന അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? മണ്ണിൽ നിന്ന് കുഴിച്ചെടുത്ത് അത് സംസ്കരിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ജ്വല്ലറിയിൽ കാണുന്ന ആഭരണമായിട്ട് അതിനെ മാറ്റുന്നത്. യഥാർത്ഥത്തിൽ അത് മണ്ണിൽ നിന്നും സംസ്കരിച്ചെടുത്തതാണ്. അപ്പം നമ്മുടെ കയ്യിൽ, ഉള്ളം കയ്യിൽ മണ്ണുണ്ടെങ്കിൽ അത് സംസ്കരിച്ചാൽ ചിലപ്പം അതിൽ സ്വർണം ഉണ്ടാവും, അല്ലെങ്കിൽ ആ മണ്ണിൽ നിന്നുള്ള അസ്തിത്വം തന്നെയാണ്, മണ്ണിൽ നിന്ന് വിഭിന്നമല്ല ഇത് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയാണ് കൃഷ്ണൻ പറയുന്നത്. നിസ്സംഗതയാണ്, അതായത് സന്തോഷത്തിലും വേദനയിലും ഇതൊക്കെ ത്രിഗുണങ്ങളുടെ ഭാവമാണ്. ഇതിനപ്പുറത്താണ് യഥാർത്ഥ ആത്മാവ് വസിക്കുന്നത്. കാരണം ഇത് പ്രകൃതിയുടെ ജാലമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നവൻ അല്ലേ, എന്തിലും കുലുങ്ങാത്തവൻ. കാരണം ഇതൊക്കെ എന്താണ്? ഈ ജ്ഞാനോദയവും പ്രവർത്തനവും വ്യാമോഹവും എന്നിവയുടെ സാന്നിധ്യം വെറുക്കാതെ, ജ്ഞാനോദയം അതുപോലെ പ്രവർത്തനങ്ങളും അതുപോലെ വ്യാമോഹങ്ങളും വെറുക്കാതെ, ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അതിനെയൊന്നും കണ്ണടച്ച് ഇരുട്ടാക്കി എനിക്ക് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് കാഷായം ഇട്ട് നടക്കാനല്ല കൃഷ്ണൻ പറഞ്ഞത്. ജ്ഞാനോദയം ഉണ്ടാവും, അത് സ്വീകരിക്കണം. പ്രവർത്തനപരമായ കർമ്മങ്ങളിൽ ഞാൻ ഏർപ്പെടേണ്ടി വരും, അത് സ്വീകരിക്കണം. എന്നിൽ വ്യാമോഹങ്ങൾ ജനിക്കും, അതും സ്വീകരിക്കണം. അല്ലെങ്കിൽ അവ ഇല്ലാതിരിക്കുമ്പോൾ ഇതൊന്നും ഇല്ലാന്ന് വിചാരിക്കും. ഇപ്പൊ ജ്ഞാനോദയം ഇല്ല, എന്നാൽ എനിക്ക് ജ്ഞാനോദയം കിട്ടിയേ മതിയാവൂ എന്നല്ല. ഇതൊക്കെ സ്വാഭാവികമായി വന്നു ചേരും. അത് വന്നു ചേരുന്ന സമയത്ത് ഞാൻ അതിനെ സ്വീകരിക്കും. ഒരു സാക്ഷിയെ പോലെ നിലകൊള്ളുന്നയാള് ഇല്ലേ, നമ്മൾ സാക്ഷികളെ കണ്ടിട്ടില്ലേ? അവർ ഇങ്ങനെ നോക്കിയിരിക്കത്തേ ഉള്ളൂ, എല്ലാത്തിനും ഇങ്ങനെ നോക്കിയിരിക്കും. അത് ഇന്നത് വേണം, ഇന്നത് വേണം, ഇന്നത് വേണമെന്നില്ല. കാഴ്ചക്കാരൻ നമ്മൾ പറയില്ലേ, ആ കാഴ്ചക്കാരൻ്റെ മനോഭാവത്തിൽ ജീവിതത്തെ നോക്കി കാണുന്നയാള് കുലുങ്ങാതെ ഉറച്ചിരിക്കും. ഇതൊക്കെ ഗുണങ്ങളാണ്, സാക്ഷിയെ പോലെ ഇങ്ങനെ ഇരിക്കും. ഗുണങ്ങൾ മാത്രമേ പ്രവർത്തിക്കൂ. അതുകൊണ്ട് എന്ത് വന്ന് ഭവിച്ചാലും സാക്ഷിയെ പോലെ ഇരിക്കും എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യാതല്ല. കർമ്മം ചെയ്യേണ്ട സമയത്ത് ഓക്കെ, എനിക്ക് കർമ്മം ചെയ്യേണ്ട ബാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. ഇതിൻ്റെ ഫലം എന്തായാലും ഈശ്വര അത് നിനക്കാണ്, നീ എടുത്തോളൂ, അങ്ങനെ പറഞ്ഞ് ഇരിക്കുന്ന ആള്. പക്ഷെ എല്ലാം ചെയ്യും. ഇത് പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി പറയുന്നല്ല. അതുപോലെ ആക്ഷേപത്തിലും സ്തുതിയിലും ശാന്തനായവൻ, തന്നെ വിമർശിച്ചാലും തന്നെ സ്തുതിച്ചാലും ശാന്തമായി ഇരുന്നത് കേൾക്കുന്നവൻ, ബഹുമാനത്തിലും അപമാനത്തിലും ഉദാസീനതയുള്ളവൻ, മിത്രത്തിനും ശത്രുവിനും ഒരുപോലെയുള്ളവൻ, കർമ്മബോധത്തെ ത്യജിച്ചവൻ. ചുരുക്കം പറഞ്ഞാൽ
ഇവരാണ് ഗുണങ്ങളെ മറികടക്കുന്ന ആളുകൾ എന്ന് പറയാമെന്ന് കൃഷ്ണൻ പറയുന്നു. സ്നേഹത്തോടെയും അചഞ്ചലമായ ഭക്തിയോടെയും എനിക്ക് സേവനം അർപ്പിക്കുന്നവൻ ഗുണങ്ങളെ മറികടന്ന് ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ യോഗ്യനാകുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അനശ്വരവും ശാശ്വതവുമായ ബ്രഹ്മത്തിൻ്റെ, ശാശ്വതമായ ധർമ്മത്തിൻ്റെയും പരമമായ ആനന്ദത്തിൻ്റെയും വാസസ്ഥലമാണ്. ഇതാണ് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലിരിക്കുന്ന കൃഷ്ണാവബോധം. എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ കൃഷ്ണൻ ഇരിക്കുന്നുണ്ട്. ആ ബ്രഹ്മബോധം, ആ ബ്രഹ്മബോധത്തെ പുൽകാനുള്ള നമ്മുടെ രണ്ടാമത് ഘട്ടത്തിൻ്റെ ഊർജമാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മചാരിണി. അതിന് നമ്മളെ സഹായിക്കുന്ന ഊർജമാണ് ബ്രഹ്മചാരിണി. അപ്പം അതുകൊണ്ട് രണ്ടാം ദിവസത്തിൽ ഈ തത്വം നമ്മൾ എന്നും മനസ്സിലാക്കണം. എല്ലാ മാസത്തിലും നവരാത്രി വരും. ആ എല്ലാ നവരാത്രികളിലും നമ്മൾ ഈ പഠിച്ച ക്രിയകൾ നിങ്ങൾ വീട്ടിൽ ചെയ്യണം. ചെയ്താൽ തീർച്ചയാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും എന്നുള്ളത്. പഠിക്കുന്ന കാലത്ത് നിങ്ങൾ അല്ലേ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മൾ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ടാണ് നമ്മൾ സ്കൂളിൽ നിന്ന് എത്തുക. പക്ഷെ അതൊക്കെ നമ്മൾ ധാരാളം കൂട്ടുകാർ ഉണ്ടായിട്ടും ഇത് നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ് എന്നും മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ പറയുന്ന പഠന സമയത്തൊക്കെ നമ്മൾ പരമാവധി സമയത്തെ മാനിക്കാതെ അത് പഠിച്ചെടുക്കുവാനുള്ള വ്യഗ്രത കാണിച്ചിട്ടാണ് പിന്നീട് നമ്മൾ ജീവിതത്തിൽ പല ഉയർന്ന നിലകളിലേക്കും എത്തിയിട്ടുണ്ടാവുക. അതുപോലെ തന്നെയാണ് ആധ്യാത്മിക ജീവിതം. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശക്തിയെ ഉള്ളിൽ നിന്നും പുറത്തു നിന്നും നമ്മൾ ആരാധിക്കണം. ആ ഉള്ളിൽ നിന്നും പുറത്തു നിന്നും നമ്മൾ ആരാധിക്കുമ്പോൾ മാത്രമേ ഈശ്വരിയെ നമ്മൾക്ക് ദർശിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ മാത്രമേ നമ്മൾക്ക് ഭൗതികമായി ഉയരാൻ പറ്റുള്ളൂ. പുറത്ത് മാത്രം നമ്മൾ ഈ പറയുന്ന പോലെ കാണാൻ ശ്രമിച്ചാൽ എൻ്റെ അകത്ത് എൻ്റെ മനസ്സ്, സ്വഭാവം, പ്രകൃതത്തിലൊന്നും ഈശ്വരീയത ഉണ്ടാവില്ല. അമ്പലത്തിൽ പോകുമ്പോൾ നല്ല ചന്ദനക്കുറിയും തൊട്ട് നല്ല പട്ടുസാരിയും ഒക്കെ എടുത്ത് അല്ലെങ്കിൽ നല്ല മുണ്ടൊക്കെ ഉടുത്ത് പോകുന്നു എന്നല്ലാതെ അകം ഈശ്വരൻ വസിക്കുന്ന സ്ഥലമാവില്ല. അതുകൊണ്ട് അകത്തും അതിൻ്റെ പ്രകടനം പുറത്തും ദർശിക്കുന്ന അവസ്ഥയിലേക്കാണ് ഈശ്വരീയത നമ്മൾ കൊണ്ടുപോകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.